ഞാനൊരു കാര്യം കേട്ടല്ലോ, എല്ലാം സത്യമുണ്ട് അതില്. നീ എന്താ കേട്ടത്? സുഹൃത്തുക്കളാണോ എന്ന് ചോദിച്ചാൽ അല്ല, ശത്രുക്കളാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അല്ല അല്ലേ? പക്ഷെ അങ്ങനെ തോന്നും. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഓ, എന്തൊരു സ്നേഹം. സ്നേഹം തന്നെ. ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഇതാണ് ടോം ആൻഡ് ജെറി കോംബോ എന്ന് ബിഗ് ബോസ് ആരാധക വിശേഷിപ്പിക്കാറുള്ള ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ്. ഇല്ലേ രമേശ? കാണും. ഷാനവാസ് ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റിയ ഒരാളാരാണ്? അനീഷ്. ഇതൊന്തൊരു മറിമായം. കീരിയും പാമ്പും പോലെ കഴിഞ്ഞവരാ, ഇപ്പൊ ഇണക്കുരുവികളെ പോലെ. അനീഷ് വന്ന സമയത്ത് ഭയങ്കര മൊടയും ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. ചെറുപ്പക്കാരുടെ യാതൊരു ദുശീലങ്ങളും ഇല്ല. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിലെ ഞാൻ അവനെ ക്യാച്ച് ചെയ്തു. ഇവൻ എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇവനാള് സ്മാർട്ടാണല്ലോ. ഇവനിപ്പോ നമ്മൾ എന്ത് പണി കൊടുക്കും? പതിയെ പതിയെ ആ വഴിക്ക് കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് എന്നോട് കൂട്ടുകൂടാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാ ഞാനും വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായി അതിലൊന്നും ഒരു കാര്യവും ഇല്ലാന്ന്. ഞാൻ അങ്ങനെ ഒരാളല്ല, എൻ്റെ ഹൃദയം കല്ലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഹൃദയത്തിൽ കയറി ഞാൻ ആ കല്ല് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു ദിവസം വരും. മനസ്സിലാക്കിയൊരു സത്യം പറഞ്ഞു പോയതാ മുതലാളി. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കരുത്, മനസ്സിലാക്കിയ സത്യങ്ങൾ പറയരുത്. എന്നെ കൊണ്ട് ഞാൻ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഭയങ്കര സന്തോഷം വരുന്നത്? ഇല്ല, ഞാൻ ചില സമയത്ത് അവനെ കടിക്കാനൊക്കെ പോകും. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും വേണം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോടേ. നിങ്ങൾ തമ്മി എപ്പോ കണ്ടാലും കീരിയും പാമ്പും പോലെയാണല്ലോ. ഒരാളെ പോയത് പറയുന്നത് ശരിയാണ് ഷാനവാസേ. നീയാണ് രാവിലെ ഞാൻ ഒരു കയ്യകലം മാറിന്നോ? നീ എന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കിതിലും വൃത്തിയായിട്ടൊരു മുഖം കൂടിയുണ്ട്. അത് നീ എന്നെ കൊണ്ട് കാണിപ്പിക്കാ. കൊല്ലടോ, കൊല്ലേ. ഞാനത് ചെയ്യില്ല. എല്ലാ തവണത്തെയും പോലെയല്ല, എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇതുകൊണ്ട് കലങ്ങിയ എന്റെ നെഞ്ചോട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അടിച്ചില്ലെങ്കിൽ നിന്നെയായിരിക്കും ഞാൻ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വെറുതെ ഇവരെവിടെ പോയാൻ എന്റെ അടുത്ത് തന്നെ വരും. ഇവരെന്താ ചെയ്യ? ഇങ്ങനെയുള്ള ഇനി വേറെ ഉണ്ടോ നാട്ടില്? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ബിഗ് ബോസ് അനീഷിന്റെ സുഹൃത്തായിട്ട് അനീഷ് കരുതുന്നത് ഷാനവാസിനെയാണ്. ഒരു ചങ്ങാതി നന്നായാൽ ബാക്കിയുള്ള ചങ്ങാതിമാരെ നന്നാക്കുക എന്നുള്ളത് ലോകനീതിയാ. അപ്പൊ സുഹൃത്ത് ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ പറഞ്ഞില്ല അളിയാ, നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും. ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, നിനക്ക് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് ശരിയാ. ഏത്? ഒരു സ്നേഹമുണ്ട്. നിന്റെ നാവ് കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാനായിരുന്നു എന്റെ പരിപാടി. ഇതുപോലെ ഇവരെ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? കെട്ടിപ്പിടിച്ചിട്ടുണ്ടോന്നോ? കൈവിട്ട വിടില്ല. എനിക്ക് നീ ഒന്നും വേണ്ട. നിന്റെ സുഹൃത്തായിട്ട് എന്നെ കണക്കാക്കിയിരുന്നു. ഞാൻ പറഞ്ഞ വാദം നീ ശരിവച്ചില്ലേ, എനിക്കത് മതി. കള്ള എന്നുള്ള സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് മിണ്ടാതെ നടക്കായിരുന്നല്ലേ. ഇവൻ എന്നെ കാണിക്കുന്നത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.